രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഇരുന്നിട്ട് ആ കിടക്കപ്പായൽ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച്, നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിനെയാണോ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എണീക്കുമ്പോൾ തന്നെ വലിയൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കിടന്ന പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക, ബെഡൊക്കെ ഒന്ന് ടക്കിൻ ചെയ്യുക. അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. ചിലപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് വെള്ളം കുടിക്കും, പ്ലസ് സപ്ലിമെൻറ്റ്സ് എടുക്കും. സപ്ലിമെൻറ്റ്സ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ ഞാനത് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ശരീരം വേദന, ആകെ മൊത്തം ഒരു മൂടാപ്പാണ്, ഒരു കാർമേഘം വന്ന് മൂടിയ പോലെയാണ്. മനസ്സ് മൊത്തം ഭയങ്കര ഡള്ളായിട്ട് ഒത്തിരി വിഷമിച്ച് ഇങ്ങനെ നടക്കും. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ നടക്കുന്നത്. ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യും മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു വെതറിൽ. നമുക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ നല്ലൊരു പ്രോപ്പർ സൺലൈറ്റ് ഒക്കെ കിട്ടുന്നുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. ബിക്കോസ് എന്താണെന്ന് വെച്ചാലേ രാവിലെ എണീക്കുമ്പോൾ മഴയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടഞ്ഞ ക്ലൈമറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ആയിരിക്കും വെളിയിൽ ഇറങ്ങണേ. അപ്പം നമ്മൾ സൂര്യനെ കാണുന്നതേ ഇല്ല ചില ദിവസങ്ങളിൽ മര്യാദയ്ക്കൊന്നും നല്ലൊരു ഭംഗിയിൽ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ അറിയാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം ബ്രഷിങ്ങും മുഖം കഴുകൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെന്താണ്, ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്ന് വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിട്ടു. ബിക്കോസ് ഇവിടെ പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് അറിയായിരിക്കും, തണുപ്പ് സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന 2 പ്രശ്നങ്ങളിലൊന്നാണ് തുണി വിരിക്കാനുള്ളൊരു സ്ഥലപരിമിതിയും, അതുപോലെ തന്നെ ബ്ലാക്ക് മോൾഡ് പിടിക്കുക എന്നുള്ളൊരു സംഭവം. ഒരു ടൈപ്പ് ഓഫ് ഒരു ഫംഗസ് പോലെ എന്തോ ഒരു സംഭവമാണ് ബ്ലാക്ക് മോൾഡ്. അത് ഈ മോയ്സ്ചർ ഒരുപാട് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അത് പിടിക്കും. അത് ഭയങ്കര ദോഷമായൊരു സാധനമാണ്. നമുക്ക് ഒത്തിരി അലർജി ഇഷ്യൂസൊക്കെ അത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനലൊക്കെ തുറന്നിടണം. അപ്പോൾ ദൂരെ ചെറി ബ്ലോസം ഇങ്ങനെ പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. നല്ല കിളികളുടെ സൗണ്ടും ഉണ്ട്. അതൊക്കെ കണ്ടു വന്ന് പെട്ടെന്ന് റെഡിയായി, ഒരുമാതിരിയൊക്കെ നല്ല രീതിയിൽ റെഡി ആയിട്ട് ഞാൻ പോയി നമ്മുടെ കാളക്കണ്ണൻ തന്നെ കഴിച്ചു, ബുൾസൈ കഴിച്ചു. അത് വയറ് നിറച്ച് കഴിച്ചു. ഓൾമോസ്റ്റ് ഞാൻ പുട്ടിയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ വാരി പൊത്തിയിട്ടങ്ങ് ഇറങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു 5:15 ആകുമ്പോൾ ഈവനിങ് ഷിഫ്റ്റ് കഴിയും. കഴിഞ്ഞിട്ട് വന്നിട്ട് സിനിമയ്ക്ക് പോകാൻ നമ്മൾ പ്ലാനുണ്ട്. പ്രേമലു കാണാൻ നമ്മൾ പട്ടാളം എല്ലാമായിട്ട് പോവാണ്. അപ്പം ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് തിയേറ്ററിലേക്ക് ചെല്ലാമെന്നാണ് ഇതുവരെയുള്ളൊരു വെപ്പ്. അങ്ങനെ റെഡിയായതാ ഇങ്ങനെ പോവാണ് ജോലിക്ക്. മടിയാണ്, എന്നാലും പോയി കഴിയുമ്പോൾ അങ്ങ് ശരിയാവും. അങ്ങനെ പോവാണ്. അപ്പം ഇങ്ങനെ ഇവിടെ ഓപ്പോസിറ്റ് കുറേ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഈവനിങ് അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി പ്രേമലു കാണാൻ. தண்ணி அடிச்சுக்கிட்டு வாந்தி எடுத்துக்கிட்டு சும்மா நோய் செலவு அவங்கள பத்தி നമ്മൾ എന്തെടുത്താണ് ഗായ്സ്? ബെറ്റി പറയൂ, ബെറ്റി ഇതുവരെ കണ്ടിടത്തോളം പ്രേമല് എത്രത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേമല് വളരെ മികച്ചൊരു സിനിമയാണ്. നിത്യ പറയും. നിത്യ നമ്മുടെ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ കാണാൻ കയറി സിനിമ ഹിറ്റായാലും നല്ല സിനിമ. ഓൾറെഡി സിനിമ ഹിറ്റാ, നല്ല മൂവിയാണ്. സമയം 10:04. സാനി, നമ്മൾ എവിടെ പോവാ? നമ്മൾ ദോശ തിന്നാൻ പോകത്തേക്ക് ദോശ ഗർഭ. ആർക്കാണ് ഇപ്പൊ ദോശ ഗർഭ? പോകും നമുക്ക് ദോശ ഗർഭ. അവളെ കണ്ട ജാതുവിനെ പുല്ലേടി. നീ ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിഞ്ഞേ. നല്ല കിട്ടില്ല സിനിമയും കണ്ട് വയറ് നിറച്ച് ശരവണ ഭവനിലെ ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങാണ്. സ്റ്റേഷനിൽ വന്നു. രാത്രി ഒരു 11 കാലമായപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റേഷൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. നമുക്ക് എല്ലാവരും ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാക്കും പടം. ഈ ട്രെയിൻ ഒന്ന് പോട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഭയങ്കര രീതിയിൽ നമ്മളൊക്കെ ആയിരുന്നു അവിടെ. ഇതിലും പടമായിരുന്നു, ഭയങ്കര റിലാക്സ്ഡ് ആവുന്നൊരു പടമായിരുന്നു. എല്ലാവർക്കും എന്താണ് പറയാൻ? എങ്ങനെ ഉണ്ടായിരുന്നു പടം? വെച്ച് എങ്ങനെ ഉണ്ടായിരുന്നു പടം? അടിപൊളി. ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാ? അയ്യോ, അത് എനിക്ക് ഓർക്കുന്നില്ല. എന്നോട് സിനിമ കണ്ടുകഴിഞ്ഞാൽ ചോദിക്കരുത്, എനിക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല കേട്ടല്ലോ. നിനക്ക് ഏ സീൻ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ആ നുണക്കുഴി ഒന്ന് കാണിച്ചേ. നിനക്ക് ഏ സീനാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ലാസ്റ്റത്തെ സീനാ ഇഷ്ടം. മിച്ചടാ.